വേണുവും ബാലനും ഇരുവരും പണ്ടൊരിക്കൽ പാട്ടത്തിന് നിലമെടുത്ത് കൃഷി ചെയ്തിരുന്ന കാലം. അന്ന് അവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ചേമ്പും വാഴയും ചീരയും പാവലും അത്തരത്തിലുള്ള ഒരു കൂട്ടുകൃഷിയായിരുന്നു ഇരുവരും ചെയ്തിരുന്നത്. അടുത്ത വശത്തെ കാട്ടിൽ നിന്നും പന്നികളും മാനുകളുമെല്ലാം ഇവിടെ ഇറങ്ങുന്നത് പതിവാണ്. ആയതിനാൽ ഇരുവരും ചേർന്ന് തങ്ങൾ കൃഷി ഇറക്കിയ നിലത്തിന് സമീപം തന്നെ ചെറിയൊരു ഷെഡും നിർമ്മിച്ചു. സാധാരണ ഒരാളാണ് അവിടെ രാത്രി കിടക്കാൻ പോകാറുള്ളത്. അന്ന് ഇരുവരും ഒന്നിച്ചു തന്നെയാണ് അങ്ങോട്ട് പോയത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുൻപ് ആന ഇറങ്ങിയിരുന്നു ആ ഭാഗത്ത്. അതിനാൽ ഇനി ഒരാൾ തനിയെ കാവൽ കിടക്കേണ്ട എന്നാണ് തീരുമാനം. ചെറിയ രീതിയിൽ വേനൽ മഴ ആരംഭമായിട്ടുണ്ട്. ഇരുവരും അന്ന് പതിവ് പോലെ തന്നെ ഷെഡിലെത്തി. ഷെഡിൽ ഇരുന്ന് തന്നെ കയർ വലിച്ച് പറമ്പിന്റെ അറ്റത്തുള്ള പാട്ടയിൽ ഒരു കമ്പ് കെട്ടിവെച്ച് ഇവിടെ ഇരുന്ന് വലിച്ചാൽ അതിൽ ആ വടി തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. അങ്ങനെയാണ് ഇവർ ഇവിടെ ചെയ്യാറുള്ളത്. കാരണം പന്നികളും മാനുകളും ഈ ശബ്ദം കേട്ടാൽ തൽക്ഷണം അവിടെ നിന്ന് പോയിക്കോളൂ. വീണു ആ കയർ പിടിച്ചു വലിച്ചു. എന്നാൽ പാട്ടയുടെ ശബ്ദം കേൾക്കുന്നില്ല. കയർ എങ്ങാനും പൊട്ടിയോ? വീണു, ഞാൻ പോയി ആ പാട്ടയൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ പാട്ട തൂക്കിയിട്ട സ്ഥലത്തേക്ക് നടന്നു. സമയം അന്നേരം 8 മണിയായിട്ടുണ്ട്. 1 ഏക്കർ ഭൂമിയാണ് ഈ നിലം. ബാലന് ഇവിടെ ഇരുന്നാൽ വേണുവിനെ കാണാൻ സാധിക്കില്ല. കാരണം വാഴകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ബാലൻ വേണു തിരിച്ചു വരുന്ന നോക്കി ഷെഡിലിരുന്നു. അല്പം കഴിഞ്ഞതും ശക്തമായ മഴ ആരംഭിച്ചു. ബാലൻ ആ കയർ പിടിച്ച് ഒന്ന് വലിച്ചു നോക്കി. പാട്ടയുടെ ശബ്ദം കേൾക്കുന്നില്ല. എങ്കിലും വേണുവിൻ്റെ ഒരു വിവരവുമില്ല. മഴയും കനത്തു. ഒന്ന് ഇറങ്ങിച്ചെല്ലാം എന്ന് കരുതിയാൽ ഒരു ടോർച്ചേ ഉള്ളൂ. അത് വേണുവിൻ്റെ കയ്യിലാണ്. ബാലൻ അവിടെ ഇരുന്നു. ഒരു പന്തം കത്തിച്ചു വേണുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. ആ നേരം ടോർച്ചടിച്ച് ഒരാൾ ഓടി വരുന്നു. വേണുവാണ്. വേണു ഓടി വന്ന ശേഷം ഷെഡിൽ കയറി ദീർഘശ്വാസം വലിച്ചുവിടാൻ തുടങ്ങി. എന്തുപറ്റി? ബാലൻ പേടിച്ചുകൊണ്ട് വേണുവിൻ്റെ മുതുകിൽ തടവി. അയാളോട് ചോദിച്ചു. വേണുവിന് ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. ബാലൻ വേഗം അല്പം വെള്ളമെടുത്ത് വേണുവിന് നൽകി. അല്പം കഴിഞ്ഞതും വേണു കിതച്ചുകൊണ്ട് ബാലനോട് പറഞ്ഞു, അവിടെയൊരു ആടിൻ്റെ തലയുള്ള ഒരു രൂപത്തെ കണ്ടു. അത് എൻ്റെ നേരെ നോക്കി വാ പൊളിച്ചു. ശേഷം അത് എൻ്റെ നേരെ ഓടി വന്നു എന്ന്. അത് കേട്ട് ബാലൻ വേണുവിനെ കളിയാക്കി. നിനക്ക് വെറുതെ തോന്നിയതാവും. ഇത്ര കാലമായിട്ട് ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം. നീ ചിലപ്പോൾ ആടിനെ തന്നെയായിരിക്കും കണ്ടത് എന്ന്. എന്നാൽ വേണു, അത് ആടല്ല, ശരിക്കും ഒരു പിശാച് തന്നെയാണത് എന്ന വാദത്തിൽ തന്നെ അയാൾ ഉറച്ചു നിന്നു. അത് കണ്ട് ബാലന് ദേഷ്യം വന്നു. എന്നാ നീ വാ, നമുക്ക് അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് വീണു, ഏയ്, ഇനി ഞാൻ ഇപ്പോൾ ആ വഴിക്കില്ല. അത് പറഞ്ഞ പറ്റില്ല. സംശയം വെച്ച് ഇവിടെ ഇരിക്കണ്ട. അങ്ങനെ പറഞ്ഞ് വേണുവിനെ കൂട്ടി ബാലൻ ആ രൂപത്തെ കണ്ട ആ ഭാഗത്തേക്ക് നടന്നു. മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങി. ഇരുവരും വേണു ആ രൂപത്തെ കണ്ട സ്ഥലത്തെത്തി. ശേഷം ഇരുവരും ആ ഭാഗത്ത് മുഴുവൻ നടന്നു നോക്കി. എന്നാൽ അവിടെ ഒന്നിനെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ശേഷം ഇരുവരും ഷെഡിൽ തിരിച്ചെത്തി. ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊന്നുമില്ല. നീ കണ്ടത് വല്ല ആടിനെയോ മറ്റോ ആവും. ബാക്കിയൊക്കെ നിന്റെ തോന്നലാണ്. അങ്ങനെ പറഞ്ഞിരിക്കെ ഷെഡിനുള്ളിൽ ഒരു പ്രത്യേക ഗന്ധം അടിക്കാൻ തുടങ്ങി. ഒരു തരം ആടിൻ്റെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. ബാലൻ പറഞ്ഞു, കണ്ടില്ലേ, ഇവിടെ ഒരു ആട് വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ ദേഹത്തെ വെള്ളമൊക്കെ ഇവിടെ കണ്ടോ? ആ ആടിപ്പോൾ എവിടെ പോയാവോ? ചിലപ്പോൾ നമ്മൾ വരുന്നത് കണ്ട് അത് പോയി കാണും. ആരുടെ ആടാണാവോ? അങ്ങനെ പറഞ്ഞ് ബാലൻ അവിടെ കയറി കിടന്നു. അല്പം കഴിഞ്ഞ് വീണും കയറി കിടന്നു. ഒരു റാന്തലിൻ്റെ തിരി കുറച്ച് വെച്ച വെട്ടം മാത്രമാണ് ആ ഷെഡിൽ കാണാവുന്നത്. ഇരുവരും നല്ല ഉറക്കമാണ്. മഴ അല്പം ശമിച്ചിരിക്കുന്നു. ഷെഡിൻ്റെ പുറത്തു നിന്ന് ഒരു ആട് കരയുന്ന ശബ്ദം കേട്ട് ബാലൻ പതിയെ കണ്ണു തുറന്നു. വീണ്ടും ആ ആടിൻ്റെ കരച്ചിൽ കേൾക്കാം. ബാലൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഒരാട് ആ ഇരുട്ടിൽ നിന്ന് കരയുന്നുണ്ട്. മിക്കവാറും അത് പാപ്പച്ചൻ ചേട്ടൻ്റെ മുട്ടനാടാവാനാണ് സാധ്യത. അതിനെ ഇവിടെ പിടിച്ചു കെട്ടിയിടാം. പുള്ളിയോട് നാളെ പറയാം. അങ്ങനെ കരുതി ബാലൻ അവിടെ ഇരുന്ന ഒരു കയറെടുത്ത് ടോർച്ചുമെടുത്ത് ഷെഡിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയ ബാലൻ ആടിൻ്റെ ശബ്ദം കേട്ട ആ വശത്തേക്ക് ടോർച്ചടിച്ചു. എന്നാൽ അവിടെ ആടിനെ കാണാൻ സാധിച്ചില്ല. ഇതിപ്പോൾ എവിടെ പോയി എന്നോർത്ത് നിൽക്കവേ
അടുത്ത വശത്തു നിന്നും ഒരാടിൻ്റെ കരച്ചിൽ കേട്ടു. ഇത് അവിടെ എത്തി എന്ന് പറഞ്ഞ് ബാലൻ ആ വശത്തേക്ക് ടോർച്ചടിച്ചു. എന്നാൽ ആ ഭാഗത്തും ആടിനെ കാണാനില്ല. പെട്ടെന്ന് ബാലൻ നിന്നിരുന്ന ആ കുറച്ച് മാറിയുള്ള വാഴക്കൂട്ടമുണ്ട്, അവിടെ നിന്നും ഒരാടിൻ്റെ കരച്ചിൽ കേട്ടു. ബാലൻ അവിടേക്ക് ടോർച്ചടിച്ചപ്പോൾ കണ്ടത് ആ വാഴകൾക്കിടയിൽ രണ്ട് ചുവന്നു കണ്ണും ആടിൻ്റെ കൂട്ടുമുഖവുമുള്ള ഒരു രൂപത്തെയാണ്. അത് ബാലനെ നോക്കി ആ ചുവന്ന നാക്ക് പുറത്തേക്ക് നീട്ടി. അത് കണ്ടതും ബാലൻ ഉറക്കെ നിലവിളിച്ചു ഷെഡിലേക്ക് ഓടിക്കയറി. ബാലൻ്റെ നിലവിളി കേട്ട് വേണു ചാടി എഴുന്നേറ്റു. ബാലനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. ബാലൻ വേണുവിനോട് ആ രൂപത്തെ കണ്ട കാര്യം പറഞ്ഞു. എവിടെയെന്ന് വേണു ചോദിച്ചു. ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. ബാലൻ ആ വാഴക്കൂട്ടത്തിലേക്ക് ടോർച്ചടിച്ചു. അപ്പോൾ ആ രൂപം അവിടെ എഴുന്നേറ്റ് നിന്നു. കുറേ നേരം ഇവർക്ക് നേരെ നോക്കി നിന്നു. എന്നിട്ട് അടുത്തുള്ള ആ തോട്ടിലേക്ക് ആ രൂപം ഇറങ്ങിപ്പോയി. അതെന്ത് തരം ജന്തുവാണെന്നോ അതൊരു പിശാചാണോ എന്ന് അറിയില്ല എന്നാണ് ബാലൻ പറഞ്ഞിരുന്നത്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബാലൻ എന്ന തൻ്റെ മുത്തശ്ശനും സുഹൃത്തായ വേണുചേട്ടനും ഒരു രാത്രിയിലുണ്ടായ അനുഭവമാണിതെന്നാണ് പ്രബിൻ എന്ന സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.